വിപിൻ, ഈ മണ്ഡലത്തിലെ BJP പ്രതീക്ഷകൾ എത്രത്തോളമുണ്ട് വിപിൻ? BJPക്ക് വലിയ അടിത്തറയില്ലാത്ത ഒരു മണ്ണ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഇപ്പോഴും ഈ മത്സരം ഒരു അനാവശ്യം എന്നുള്ളതാണ്. ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മത്സരം തന്നെ ഏകദേശം ഒരു 6 മാസത്തിനു വേണ്ടി നടക്കേണ്ടതില്ല എന്നുള്ളതാണ് അവർ ആദ്യം മുതൽ തന്നെ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. പിന്നെയും ഞങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നു. അദ്ദേഹം അപ്പോഴും വിജയിക്കും എന്നുള്ളത് പറയുന്നില്ല. ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ നോക്കും, അങ്ങനെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ, അതായത് 2021 4% BJPക്ക് ഇവിടെ വോട്ടുണ്ടായിരുന്നത്. അത് 2016 സംബന്ധിച്ച് കുറവായിരുന്നു. അന്ന് 2016 BDJS ആണ് ഇവിടെ മത്സരിച്ചത്. ഇപ്രാവശ്യം BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അത് BDJSന് നൽകും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അങ്ങനെ BDJSുമായി പലതവണ ഇതിൻ്റെ ആലോചനകളൊക്കെ നടന്നു. എന്നാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു BDJSന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. അത് BJPയെ അറിയിച്ചതിന് ശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയ രാഷ്ട്രീയ ആകാംക്ഷയായിരുന്നു. പല BJP നേതാക്കളുടെ പേരുകൾ ആ സമയത്ത് ഉയർന്നു കേട്ടു എന്നുണ്ടെങ്കിലും പിന്നീട് അതൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മോഹൻ ജോർജിനെ BJP അവതരിപ്പിക്കുന്നത്. അത് മലയോര ജനതയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ ഒറ്റ ദിവസം കൊണ്ടാണ് BJPയിലേക്ക് എത്തുന്നതും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് അംഗത്വം കൊടുക്കുന്നത് എന്നുള്ളതും ഒരു പുതുമയാണ്. അതിനുശേഷം ഇപ്പോൾ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതിന് അധ്യക്ഷൻ തന്നെ നേരിട്ട് എത്തുകയും ചെയ്തിരിക്കുന്നു. PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും BJP പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വികസനം തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ മലയോര ജനതയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് ആർക്കൊക്കെ അനുകൂലമാകുമെന്നുള്ളതാണ് PV അൻവർ കണ്ടുവയ്ക്കുന്നതും അതിൽ തന്നെയാണ്. ഇപ്പോൾ BJP അവരുടെ ഒരു പ്രതിനിധിയെ നിർത്തി കണ്ടുവയ്ക്കുന്നതും അതേ വോട്ട് ബാങ്കിൽ തന്നെയാണ്. അപ്പോൾ ആര്യടൻ ഷൗക്കത്ത് ഒപ്പം M സ്വരാജ് ഇങ്ങനെ എല്ലാവരും കൂടി മത്സരിക്കുമ്പോൾ നമ്മൾ ഉന്മേഷ സാധാരണഗതിയിലൊക്കെ പറയാറുണ്ട് ഒരു ശക്തമായ മത്സരമെന്ന്. ഇത് അതിനപ്പുറത്തേക്ക് അത് വളരെ റിയലായി തന്നെ ആർക്ക് എന്ന് പ്രവചനാതീതം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആദ്യ ദിനങ്ങളിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നത്. അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാനത്തിലേക്കൊന്നും പോകുമ്പോഴല്ല, ആദ്യ ദിനത്തിൽ തന്നെ നമുക്ക് പറയാം ഇത് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് ഒരു സൂചനയില്ലാത്ത വിധമാണ്. ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആ ഒരു ശക്തി പ്രകടനമൊക്കെ കാണുമ്പോൾ വോട്ട് എങ്ങോട്ട് വേണമെങ്കിലും അതിനൊരു ചാഞ്ചാട്ടം സംഭവിക്കാം എന്നുള്ളതാണ് അവസ്ഥ. ഇനി വരുന്ന ദിവസങ്ങളിലെ പ്രചാരണം അതിന് ശക്തിയാകുമെന്നുള്ളതും തീർച്ചയാണ്. അപ്പോൾ BJP കൂടി അവരുടെ ഒരു ശക്തി കാണിക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അത് പ്രധാനമായും ഹിന്ദു വോട്ട് ബാങ്കുകളിൽ തന്നെയാണ് കണ്ടുവയ്ക്കുന്നത്.